ഈ CT ബിൽഡേഴ്സ് ആപ്പിലൂടെ വീടുകൾ നിർമ്മിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ലോജിക്കാണ്. ആമസോണോ ഫ്ലിപ്കാർട്ടോ alibaba.com ഒക്കെ പോലെ നമ്മൾക്ക് വലിയ ഒരു വോള്യൂംസ് നമ്മുടെ ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ അകത്തുള്ളത് കൊണ്ട് ഏഷ്യൻ പെയിൻറ്റ്സ് മുതൽ ഗോദ്രേജ് വരെയുള്ള കമ്പനികളിൽ നിന്ന് നമുക്ക് 5 മുതൽ 50% വരെ ഡിസ്കൗണ്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് കൂടെ ലഭിക്കും. അത് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് കൂടെ നേരിട്ട് ക്ലയൻസിന് കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ ഡ്രീം ഹോം എറൗണ്ട് 10% സേവ് ചെയ്തിട്ട് ക്വാളിറ്റിയിൽ അവരുടെ ഡ്രീമിനനുസരിച്ചുകൊണ്ട് ബിൽഡ് ചെയ്യാം. ഇത് അവർക്ക് ക്ലയൻസിന് സ്വന്തമായിട്ട് പ്ലോട്ട് ഉണ്ടെങ്കിൽ അവിടെയും ബിൽഡ് ചെയ്യാം. അല്ല എങ്കിൽ നമ്മുടെ ഈ ഡിജിറ്റൽ CT ബിൽഡേഴ്സ് ആപ്പ് എന്നുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്ലോട്ടുകൾ വാങ്ങിയിട്ട് അവിടെയും അവർക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ഈ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് മോഡൽ. CKRV ചാത്തൻകുളം കൽപ്പാത്തി റിവർ വ്യൂ ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെറും 2.9 സെൻറ്റ് സ്ഥലത്തിൽ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോയുമായിട്ടാണ്. ആ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് പറയുന്നത് ഏതാണ്ട് റഫ്ലി അറൗണ്ട് വരുന്നത് 1626 സ്ക്വയർ ഫീറ്റാണ്. അതായത് കാർ പോർച്ച് അടക്കം പറയുകയാണെങ്കിൽ അറൗണ്ട് 2047 സ്ക്വയർ ഫീറ്റ്. ടോട്ടൽ ആകെ എറൗണ്ട് 47 ലാക്സിൻ്റെ 50 ലാക്സിൻ്റെ ആ റേഞ്ചിലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് കോസ്റ്റ് വരുന്നത്. പക്ഷേ വീടിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറയുന്നത് ഇതൊരു പ്രത്യേക റിക്വയർമെൻറ്റിൽ നമ്മൾ ചെയ്ത വീടാണ്. ഞങ്ങളുടെ ക്ലയൻസിന് അത് വേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് ആയത് അവർക്ക് റെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇനിയത്തെ കാലം എന്ന് പറയുന്നത് ഓയോവും ഈ Airbnb ഒക്കെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ദാറ്റ് മീൻസ് റെൻറ്റിങ്ങും എല്ലാം നമ്മൾ വലിയ വീട് കെട്ടിയിരിക്കുന്നതിനോടൊപ്പം വീടുകൾ ഇൻവെസ്റ്റ്മെൻറ്റായി വരികയും അത് നല്ല റിട്ടേൺസും നല്ല റെഗുലർ റിട്ടേൺസും ഒപ്പം അതേപോലെ തന്നെ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോത്തും എല്ലാം വരാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. അതുപോലെ ഈ വീട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ വളരെ അവർക്ക് വേണ്ടി അവരുടെ ഡ്രീമിനനുസരിച്ച് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനനുസരിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് ബിൽഡ് ചെയ്ത വീടാണ്. ഇതിൽ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുകയാണെങ്കിൽ വളരെ 2.9 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. സ്ഥലം നമുക്കറിയാം, കാണുമ്പോൾ അത്ര സ്ക്വയർ ഷേപ്പിലൊന്നല്ല, പക്ഷേ എന്നാലും അതിന് ബ്യൂട്ടിഫുള്ളായി അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് 3 കാർ നിർത്താൻ പറ്റുന്ന പോലുള്ള കാർ പാർക്കിംഗ് സ്പേസ്. താഴെ ഗ്രൗണ്ട് ഫ്ലോർ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ ബെഡ്റൂം ആയിട്ടുള്ള ഒരു വീടാണ് താഴെ. അതിൽ നേരെ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ സ്റ്റെയർ സ്പേസ് കാണാം. സ്റ്റെയർ സ്പേസിൽ നിന്ന് നേരെ മെയിൻ ഡോറിൽ കൂടെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു നല്ല വലിയ ലിവിങ് സ്പേസ് കിച്ചണിനോട് ചേർന്ന് കിടക്കുന്നു. ഓപ്പൺ ഡൈനിങ്, ഓപ്പൺ ലിവിങ് ആണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ക്ലയൻറ്റിൻ്റെ ഡ്രീമിനനുസരിച്ചുകൊണ്ട് നേരെ പുറത്തേക്കൊരു വഴിയുണ്ട്. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ ലിവിങ് സ്പേസ് നേരെ അതിൻ്റെ ബെഡ്റൂമിലേക്ക് പോകണം, സിംഗിൾ ബെഡ്റൂമിലേക്ക്. ബെഡ്റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നല്ല ബ്യൂട്ടിഫുള്ളായി അറേഞ്ച് ചെയ്തിട്ടുള്ള വാഷ്റൂം, എല്ലാം നല്ല മാന്യമായിട്ട് നല്ല വെൻറ്റിലേറ്റഡ് ആണ്, എല്ലാം വളരെ ക്ലിയറാണ്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ. ഇത് കഴിഞ്ഞ് അതിന് നേരെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് വെറും 375 സ്ക്വയർ ഫീറ്റാണുള്ളത്. വളരെ പിന്നെ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ആ സ്റ്റെയറിൽ കൂടെ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയാൽ അവിടെ 600 സ്ക്വയർ ഫീറ്റ് വരുന്ന അടുത്ത ഒരു 2 ബെഡ്റൂം. നേരെ മുകളിലേക്ക് കയറി ഒരു പാസേജിൽ കൂടെ നേരെ അകത്തേക്ക് കയറുമ്പോൾ വലിയ ലിവിങ് റൂം, അതേപോലെ തന്നെ ഡൈനിങ്ങും ഓപ്പൺ കിച്ചണും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളത്. വർക്ക് ഏരിയ പുറത്ത് യൂട്ടിലിറ്റി സ്പേസ് അതുകൊണ്ട് നേരെ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നേരെ ബെഡ്റൂമിൻ്റെ അകത്തേക്ക് വരുന്നു. നല്ലൊരു വാഷ്റൂം അവിടെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളത്. നേരെ ലിവിങ് റൂമിൻ്റെ ഇപ്പുറത്തും ഒരു ബെഡ്റൂം, അവിടെ നല്ല വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഷ്റൂം. ഇതാണ് ഈ 2 ബെഡ്റൂം. ഇത് 600 സ്ക്വയർ ഫീറ്റ്. ഇനി 600 സ്ക്വയർ ഫീറ്റാണ്. ഇതിൻ്റെ നേരെ മുകളിലേക്ക് കയറിയാൽ അതേപോലെ തന്നെ അവിടെ 600 സ്ക്വയർ ഫീറ്റ് അകത്ത് മറ്റേ പ്ലിന്ത് ഏരിയ ഉള്ള ഒരു 2 ബെഡ്റൂം. ഇതിൻ്റെ മിറേഡ് നേരെ കയറുന്നത് നേരെ ലിവിങ് റൂമിലേക്ക്, അത് കഴിഞ്ഞാൽ ഡൈനിങ് കം കിച്ചണുള്ള വലിയ സ്പേസ്, അത് കഴിഞ്ഞാൽ നേരെ വർക്ക് ഏരിയ. അവിടെ നേരെ തിരിച്ച് വന്നാൽ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു ബെഡ്റൂമിൽ കിടക്കണം. ബെഡ്റൂമിൻ്റെ അകത്ത് വാഷ്റൂം നേരെ ഇപ്പുറത്ത് ലിവിങ് റൂമിൻ്റെ അകത്ത് ഇപ്പുറത്ത് ഒരു ബെഡ്റൂം, അതിൻ്റെ അപ്പുറത്തും വാഷ്റൂം ക്ലിയർ. അത് കഴിഞ്ഞ് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി മുകളിലേക്ക് സ്റ്റെയർ റൂമിൽ നേരെ ഓപ്പണായിട്ട് ടെറസിൻ്റെ മുകളിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈറ്റ് സീയിങ്. നല്ല സ്ഥലം, നന്നായിട്ട് നല്ല സ്ഥലം, നല്ല ക്വാളിറ്റി. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും വളരെ നല്ല ക്വാളിറ്റിയിലാണ് കാര്യങ്ങൾ ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ പെയിൻറ്റും ടെക്സ്ചറും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു ക്ലാസിക്കൽ ലുക്കിലാണ് എല്ലാ കാര്യങ്ങളും കിടക്കുന്നത്. ആർക്കും വന്ന് കണ്ടാൽ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന പോലെ. തീർച്ചയായിട്ടും ഞങ്ങളുടെ വേറെ വീടുകളും ഒക്കെ നിങ്ങൾ കണ്ടുവരുന്നുണ്ടാവും. ഹോം ടൂർ വീഡിയോസ് എല്ലാം കണ്ട് ഈ ക്വാളിറ്റിയും ഡിസൈൻസും അതിലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ കുടുംബങ്ങൾക്കും വീട് എന്ന് പറയുന്നത് വളരെ ഡ്രീമായിരിക്കും അവർ. അപ്പോൾ നിങ്ങൾക്കും മേക്ക് യൂസ് ചെയ്യാം തീർച്ചയായിട്ടും. അതല്ല നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അറിയുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇത് നല്ലതാണ് തോന്നുന്നത് അവർ തീർച്ചയായിട്ടും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം അവർക്കും ഇത് മനസ്സിലായാൽ വന്ന് കണ്ട് സൈറ്റ് ഒരു 10-25 വീടുകളെ കണ്ട് അതിൻ്റെ ക്വാളിറ്റി എല്ലാം ബോധ്യപ്പെട്ടാൽ നേരെ ഓഫീസിൽ വന്ന്
അതിൻ്റെ ഫയൽസും SOPയും സിസ്റ്റംസും ഒക്കെ ബോധ്യപ്പെട്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ടു ബിൽഡ് ഹൗസ് ബോധ്യപ്പെട്ട് അതിനുശേഷം സുമാർ അവർക്ക് എത്ര സ്ക്വയർ ഫീറ്റാണ് വീട് വേണ്ടത് അതിൻ്റെ ഒരു ലെഡ്ജറും ഒക്കെ നോക്കി അവർക്ക് ആ കോസ്റ്റും എല്ലാം സേവ് ചെയ്ത് കിട്ടുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞങ്ങളെ അവർ ഡ്രീം ഹോം ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. എല്ലാവരും ബോധ്യപ്പെട്ടതിന് ശേഷം ഇത് നിങ്ങളുടെ അവരൊക്കെ ഡ്രീം ഹോം ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാമെന്നുമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. താങ്ക് യു സോ മച്ച്.